എന്നാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ. എന്തെന്നാടോ ഒരു 10 രൂപ കുഞ്ഞുമോനെ ഗതികെട്ട സമയത്ത് കുടുംബശ്രീനോട് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ പറഞ്ഞ സമയത്ത് അടക്കാനായിട്ട് സകല കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുമായിട്ട് 10 അടക്കാതെ 10 പോയില്ല. ഞാൻ ഇനി പോയിട്ട് വിളിച്ചാവണം. ഇനി എന്തിനാടെ വിഷമിക്കുന്നത് പൈസേന്റെ കാര്യത്തില്? നമുക്ക് അണ്ണാച്ചിയോട് വാങ്ങാലോ. രാജനോട് ചോദിച്ചാൽ അണ്ണാച്ചി ഇവിടെ എപ്പാ വരുവാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓനെ പുര കൂട്ടിക്കൊണ്ടുവന്നല്ല ഒരു പൈസ തരുമോ? പുര കാണണ്ടേ? എൻ്റെ പുര കണ്ടാലും കൂടെ എന്തെങ്കിലും 5 പൈസ തരുമോ? കാരണം ഇവിടെ കട്ടപ്പോരി അതിന് ബാധ്യതയില്ല. 2 ഓലേൻ്റെ മട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നടുവൊരു ബടിയിട്ട് തിരിച്ച് ആക്കിയിട്ടാണ് ഞാൻ കൂടെ അതിൽ കിടക്കും. അതിൽ 6 പൈസ തരും. ഒരു ബൈ കണ്ടിട്ടുണ്ട്, നമുക്കൊരു ബൈയുണ്ട്, ഇത് കണ്ടിക്കോ. നമ്മളെ പ്രതീക്ഷില്ലേ? പ്രതീക്ഷ കുറച്ച് ദിവസത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല. ഏത് നമ്മളെ തേങ്ങ കച്ചവടക്കാർ, നമ്മളെ കാര്യമായ ഓം ബദ്രീനാഥ് കാശിനാഥ് എല്ലാം തീർത്ഥ യാത്രയാ. ഒരു മാസം ഏകദേശം 1 മാസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോരെ കാണിച്ചിട്ട് നമുക്ക് കളിക്കാം. നമുക്ക് അണ്ണാച്ചിനൊക്കെ റെഡിയാക്കാം. നോക്കുമ്പോള് രാജേട്ടാ എവിടെയുള്ളു? നമ്മളെ അണ്ണാച്ചി ഇമ്പൈക്ക് വരുന്ന സമയപ്പേനു ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങ് കൂട്ടുവാനാണ്. ലേശം ഒരു പൈസേന്റെ ആവശ്യമുണ്ടായിരുന്നു. രാജേട്ടാ എന്നാ പറഞ്ഞേ? അണ്ണാച്ചി നാളെ രാവിലെ പോകുന്ന കിട്ടിയ വിവരം. ക്യാമറ ഇല്ലാന്നാ തോന്നുന്നത്. എന്തായാലും ഈ ലേശം മനിച്ച കോലത്തില് നാളെ രാവിലെ അടുത്ത കസേല വിളാടെ കൊടുത്തേക്ക്. അണ്ണാച്ചിനെയും കൂട്ടി ഞാൻ നാളെ അടുത്ത് ആരുമില്ല. കൊട്ടാരുണ്ടായിട്ട് ക്യാമറ അല്ല ലൈറ്റാ. കൊട്ടാരുണ്ടായിട്ട് ക്യാമറ ഒന്നും വെച്ചിട്ടില്ല. അത് വാങ്ങി ഇതൊരു പോയിട്ട് കുറേ ദിവസമല്ലോ. ഒരുപാട് പത്രമെല്ലാം ഉണ്ടല്ലോ. ഓ 4 ഇന്ത്യൻ എക്സ്പ്രസിന് കേട്ടക്കുമ്പോൾ വലിയ ആളെ തന്നെ എടുക്കാം. വസന്തം ഞാനല്ലാതെ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുക. ടോക്കിംഗ് 4 നാലൂടെ പറയാം. നാലൂടെ ഒരുക്കെ പറഞ്ഞിട്ട് തന്നെ ആൾക്കാർക്ക് കേൾക്കാം. എടോ മോഹന വരുവനായിക്കാം. നീ ആടെ തന്നെ നിൽക്കണം. ആടെ നിന്ന് നീങ്ങറ കേട്ടോ. ഞാനിവിടെ അങ്ങനെ ഇരുന്നിട്ടുള്ളൂ. ആ വേഗം വന്ന പാട് കൂട്ടി വാ. சரி ரொம்ப அழகான வீடு. எத்தனை ஸ்கொயர் ஃபீட் இருக்கு? അത് ഫുള്ള് സ്ക്വയർ താനല്ല. അവിടെ ഇവിടെ വളവ് കാര്യങ്ങളൊക്കെ ഇരിക്കും. അത് അന്നങ്ങ് ചെയ്ത് വിട്ട്. தம்பி உங்க முதலாளி நன்னாய் தமிழ் பேசுறது எப்படி தெரியும்? മുതലാളിക്ക് തമിഴ്നാട്ടിലും പല ബിസിനസ്സും ഉണ്ട്. அப்படியா? എടോ എനിക്ക് തമിഴ്നാട്ടില് തേനി കമ്പം தெரியுமா? തേനി കമ്പത്ത് ഒരു சின்ன ஹோட்டல் இருக்கும். ராஜராஜேஸ்வரி தெரியுமா? ராஜராஜேஸ்வரியா? நம்ம ஊருக்கு பெரிய ஹோட்டலா? 25,000 ரூபாய் ചോദിച്ചാ 50 കുടി. சரி அடுத்த மாசம் വന്ന് ഫുള്ള് പൈസ തീർപ്പ് മേടിക്കുക. അപ്പോ നമ്മ കൂടെ ഇരുന്ന് സാപ്പാട് കഴിച്ച് കുറച്ച് സംസാരിച്ചിട്ട് പിരിഞ്ഞു പോകാം. ശരി ശരി ശരി. അണ്ണാച്ചിന്റെ തമിഴ്നാട് വാങ്ങാനുള്ള 9 കേരളക്കാരെടുത്തുണ്ട്. ഇങ്ങനെ രാജരാജേശ്വരി ഹോട്ടല്, അതിന്റെ മുകളിൽ അണ്ണാച്ചി വീട്. 25,000 രൂപ ചോദിച്ചത് 50 ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങ് മറിക്കാൻ. അണ്ണന്മാരെ നിസ്സാരന്മാരായിട്ട് കാണണ്ട. കൊടുത്ത പൈസ എങ്ങനെയും വാങ്ങേ അണ്ണാച്ചിയതാ. ഞാൻ മറ്റന്നാൾ അങ്ങ് പോകും തമിഴ്നാട്ടിലേക്ക് തന്നെ. എന്റെ ഹോട്ടലിൽ പോണി എന്റെ കുസിനി ആരുണ്ട്. എന്റെ കുസിനിയിൽ വന്ന് നോക്കി എന്നെ തപ്പിയാ തിരിയല. ഞാൻ ഒന്നോട്ട് ഈ ആട്ടാമ്പീര എന്റെ ജീവിതത്തിൽ ഇത്ര പൈസ കിട്ടുന്ന ആദ്യ എനിക്കില്ലേ ചോദിക്കുമ്പോ എന്തായാലും ഞാൻ തരും കേട്ടോ. ഹലോ, ഇവിടെ ആളില്ലേ? ഹലോ തമ്പി, ഇന്നലെ വന്ന് മടങ്ങി, ഇന്ന് വന്ന് മടങ്ങി. ഈ ആളെവിടെ പോയി? ഹലോ തമ്പി. തസ്കരേട്ടൻ. 50,000 രൂപ കൊടുത്തു. എവിടെ കൊടുത്ത്? ആർക്ക് കൊടുത്തു 50,000? ആ തടിച്ച കസണ്ടി. എന്ത് കഷണ്ടി? എന്റെ കഷ്ടിയൊന്നുമില്ല ഇവിടെ. കഷ്ടികൾ ആരും ഇല്ല ഇവിടെ. ഇവിടെ ഞാനും എന്റെ ഭാര്യ എന്റെ മക്കളും ഇവിടെ ഉള്ളൂ. നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞത്? രാജരാജേശ്വരി ഹോട്ടലിന്റെ ഉടമ. ഏത് രാജരാജേശ്വരി ഹോട്ടല്? ഈ വീട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്തി കൊടുത്തിര്. ഇവിടെ എന്റെ വീടായത്. എന്ത് രാജരാജേശ്വരി? എന്ത് പൈസ? കടകള്
25,000 റുപ്യ ചോദിച്ചു, 50 കൊടുത്തു, എന്നെ മാറ്റി. നിങ്ങളോടെ കൂടെ ചവിട്ട് ചെയ്യാൻ യാതൊരു കാര്യമില്ല. നിങ്ങളാരെ പറ്റിച്ചാ? ഞങ്ങൾ 1-2 മാസമായിട്ട് ഇവിടെ ഇല്ലേ, നിങ്ങൾ ബദ്രീനാഥിലേരും. കഷണ്ടി തസ്കരൻ 25,000 റുപ്യ ചോദിച്ചു, 50,000 കൊടുത്തു. അവന്റെ അമ്മയുടെ രാജരാജേശ്വരി